സാധാരണ ശ്മശാനങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്നത് ഏതെങ്കിലും ബന്ധുജനങ്ങളുടെയോ പ്രിയജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയൊക്കെ ആത്മാവിന് നിത്യശാന്തി നേരാനാണ്. എന്നാൽ പാരീസിലെ പെയർ ലേഷ്യസ് എന്ന് പറയുന്ന ഈ സെമിത്തേരിയിൽ ഒരു വർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ അജ്ഞാതരായ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്നത്. 1804 ഈ ശ്മശാനം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേവലം 13 പരേതാത്മാക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജാതി മത വർഗ വർണ്ണഭേദമേതുമില്ലാതെ എല്ലാ പൗരന്മാർക്കും അന്ത്യവിശ്രമം കൊള്ളാൻ അവകാശമുള്ള ഇടമായിരിക്കണം പാരീസിലെ പെയർ ലേഷ്യസ് സെമിത്തേരി എന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് പ്രഖ്യാപിച്ചത്. മരണാനന്തരമെങ്കിലും മതം മനുഷ്യാത്മാവിനെ പിച്ചിച്ചീന്താതിരിക്കട്ടെ എന്നതായിരുന്നു നെപ്പോളിയന്റെ ചരിത്രപ്രസിദ്ധമായ ഈ പ്രഖ്യാപനത്തിന്റെ അന്തസത്ത. പ്രേതഭൂമിയുടെ പേടിപ്പെടുത്തുന്ന പ്രതീതിയല്ല പെയർ ലേഷ്യസിനുള്ളത്. ഒരു ഉദ്യാനത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടെ വരിവരിയായി നിരന്നു നിൽക്കുന്ന ശവകുടീരങ്ങൾ. ഇവിടെ എത്തുന്ന ആരുമല്ല അന്തരിച്ചതെങ്കിലും അവർക്കെല്ലാം പ്രിയങ്കരരാണ് അന്ത്യനിദ്ര കൊള്ളുന്ന ഓരോരുത്തരും എന്ന വികാരത്തിലാണ് സന്ദർശകർ. നാൽപ്പത്തിനാല് ഹെക്ടർ അഥവാ 110 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഉദ്യാന സമാനമാണ് ശ്മശാനം. ചതുരക്കല്ലുപാകിയ നടപ്പാതയിലേക്ക് ശാഖി വിരിച്ചു നിൽക്കുന്ന മരത്തണലിന് ഇരുപുറവും അനലങ്കൃതമായ തലക്കല്ലുകൾ മുതൽ ശില്പചാരുതയേറിയ കുടീരങ്ങൾ വരെ പരേതരുടെ സ്മരണാർത്ഥം നിരന്നിരിക്കുന്നു. പത്തു ലക്ഷം പേർ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് കണക്കുകൾ പറയുമ്പോൾ അജ്ഞാതരുടെ അസ്ഥിശേഖരം കൂടി കൂട്ടിയാൽ ഇത് 20 മുതൽ 30 ലക്ഷം വരെ ആകുമത്രേ. ലോകത്ത് ഏറ്റവുമധികം ആളുകൾ സന്ദർശിക്കുന്ന സെമിത്തേരിയാണ് പാരീസിലെ പെയർ ലേഷ്യസ്. ഒരു വർഷം 35 ലക്ഷം ആളുകൾ വന്ന് ഇവിടെ അജ്ഞാത ആത്മാക്കൾക്ക് ആദരമർപ്പിക്കുന്നു. മരണാനന്തരം മന്നവനും യാചകനും ഇല്ലെന്നാണ്. എന്നാൽ ക്ഷണികമായ ഒരായുസ്സുകൊണ്ട് കാലാതിവർത്തിയായ സംഭാവനകൾ നൽകിയവരുടെ സ്മരണകൾ ഈ കുടീരങ്ങളിൽ ഉറങ്ങുന്നു. ഫ്രഞ്ച് എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ കൊലെറ്റ്, ചരിത്രപ്രസിദ്ധമായ ഫ്രഞ്ച് യുദ്ധങ്ങൾ നയിച്ച മിഷേൽനി, ലോകപ്രശസ്ത പോളിഷ് പിയാനോ മാസ്റ്ററും കമ്പോസറുമായ ഫെഡറിക് ഷോപ്പാൻ, റൊമാനിയൻ വയലിനിസ്റ്റും കമ്പോസറുമായ ജോർജ് എനസ്കോ, കാബറെ ഗായിക എഡിത്ത് പിയാഫ്, ഫ്രഞ്ച് നോവലിസ്റ്റ് മാസൽ പ്രൂസ്റ്റ്, ആദ്യകാല ഫ്രഞ്ച് സിനിമാ സംവിധായകനും നടനും മജീഷ്യനുമായ ജോർജ് മേലിയസ്, ഫ്രഞ്ച് മൈം നടി മാസൽ മാസോ, 2020 104 വയസ്സിൽ അന്തരിച്ച ബ്രിട്ടീഷ് അമേരിക്കൻ നടി ഒളിവിയ ദ ഹാവ്ലൻഡ്, ഫ്രഞ്ച് നാടകനടി സാറ ബെൻഹാർട്ട്, ഐറിഷ് കവിയും നാടകകൃത്തുമായ ഓസ്കർ വൈൽഡ്, റൊമാൻറ്റിക് കാലഘട്ടത്തിലെ ഫ്രഞ്ച് കമ്പോസറായിരുന്ന ജോർജ് ബിസെ, റോക്ക് ഗായകൻ ജിം മോറിസൺ, ആർട്ട് കളക്ടറായിരുന്ന സർ റിച്ചാർഡ് വാലേസ് എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. ടാറ്റ വ്യവസായ സാമ്രാജ്യാധിപനായിരുന്ന JRD ടാറ്റ കുടുംബസമേതം അന്ത്യവിശ്രമം കൊള്ളുന്നത് പെയർ ലേഷ്യസ് സെമിത്തേരിയിലാണ്. ഇന്ത്യയിൽ വ്യവസായ വിപ്ലവത്തിന് നാന്ദി കുറിച്ച വ്യവസായ പ്രമുഖൻ വളരെ ലളിതമായ കരിങ്കൽ കല്ലറയ്ക്കുള്ളിൽ ഇവിടെയുണ്ട്. JRDയുടെ മാതാവ് സുസൈൻ ബ്രിയ ഫ്രഞ്ചുകാരിയായിരുന്നു. 1993 നവംബർ 23 സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ 89 വയസ്സിൽ അന്തരിച്ച JRD ടാറ്റയെ അടക്കം ചെയ്ത പെയർ ലേഷ്യസ് സെമിത്തേരിയിൽ സമീപത്ത് തന്നെ മാതാവിൻ്റെ ശവകുടീരവുമുണ്ട്. അവരുടെ തലക്കല്ലിൽ സ്വരാഷ്ട്രീയൻ മതതത്വങ്ങളായ ഹമാദ, അതായത് സത്ചിന്തകൾ, ഹുക്ത, സദ്വാക്കുകൾ, ഹവർഷത, സത്പ്രവൃത്തികൾ എന്നിവ ജീവിത ദർശനമായി ആലേഖനം ചെയ്തിരിക്കുന്നു. പാരീസ് കമ്മ്യൂണിൽ നിന്നും ഫ്രഞ്ച് സൈനികർ നഗരം പിടിച്ചെടുത്ത 1871 മെയ് 28 147 കമ്മ്യൂൺ യോദ്ധാക്കളെയും 19 ഓഫീസർമാരെയും നിരത്തി നിർത്തി വെടിവെച്ച് ഒരൊറ്റ ശവക്കുഴിയിലേക്ക് തള്ളിയ കമ്മ്യൂണൽ വാൾ ഇതിനുള്ളിലാണ്. നൂറ്റിപ്പത്ത് ഏക്കർ ഉണ്ടെങ്കിലും പരേതാത്മാക്കൾ സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുകയാണിവിടെ. പെയർ ലേഷ്യസിൽ അടക്കം ചെയ്യപ്പെടേണ്ടവർ നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റിലാണിപ്പോൾ.
പ്രാവിൻ കൂടുപോലെയുള്ള കൊളംബാരിയത്തിൽ പരസഹസ്രം ആളുകളുടെ ശവദാഹം നടന്നിട്ടുണ്ട്. ശവം ദഹിപ്പിക്കുന്ന രീതി നിലവിലില്ലാതിരുന്ന യൂറോപ്പിൽ ആദ്യമായി ശവസംസ്കാരം നടന്നത് 1889 ജനുവരി 30 പെയാലേഷ്യസിലാണ്. ഈ നൂറ്റാണ്ടായപ്പോഴേക്കും പെയാലേഷ്യസ് സെമിത്തേരിയിൽ നടക്കുന്നതിൽ 45% പരേതാത്മാക്കളും തീപ്പെട്ട് ഒടുങ്ങുകയാണ്.